കടുത്ത പരിശ്രമത്തിനൊടുവിലാണ് അർജുന്റെ ലോറി കരയിലെത്തിച്ചത്. രാവിലെ 8:30-ക്ക് തുടങ്ങിയ ശ്രമം വിജയിച്ചത് 10:30-യോടെയാണ്. കൂടുതൽ വിവരങ്ങളുമായി KB ശ്രീധരനോട് നിന്നും ചേരുന്നു. ശ്രീധരൻ, ഒരുപാട് പരിശ്രമിച്ച ലോറി കരക്കെടുത്തപ്പോഴേക്കും സങ്കടത്തിന്റെ ഒരു കൂമ്പാരം തന്നെ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയല്ലേ? തീർച്ചയായിട്ടും മൂട്ടി, ഇന്നലെ ഈ അർജുൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു അതിന് സമാനമായി തന്നെയാണ് ഈ ലോറി മുകളിലെത്തിച്ച് അതിൻ്റെ ക്യാബിൻ തുറന്ന് അല്ലെങ്കിൽ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തപ്പോൾ ഉണ്ടായ രംഗങ്ങൾ തീർത്തും വൈകാരികം തന്നെ. അതായത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എന്തൊക്കെ ശേഷിച്ചു വെക്കുന്നു അത്തരത്തിലുള്ള ഓർമ്മകൾ തന്നെയാണ് ഇതിന് മുഴുവൻ ഈ വാഹനത്തിന് ക്യാബിന് മുഴുവൻ ഉണ്ടായത്. ഏറ്റവും നേരത്തെ നമ്മൾ ആ വാർത്തയിൽ കണ്ട പോലെ തന്നെ ഏറ്റവും പ്രധാനം അർജുൻ്റെ കുഞ്ഞിൻ്റെ കളിപ്പാട്ടമാണ്. അതിനെ ചേർത്ത് പിടിക്കാമോ? ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ജിതിനും അതുപോലെ തന്നെ അഭിജിത്തുമൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ കളിപ്പാട്ടം കുഞ്ഞിൻ്റെ ഓർമ്മയ്ക്കായി, അല്ലെങ്കിൽ കുഞ്ഞെപ്പോഴും കൂടെയുണ്ട്, ഈ ദൂരയാത്ര സമയത്ത് കുഞ്ഞെപ്പോഴും കൂടെയുണ്ട് എന്ന് ഓർമ്മിക്കുന്നതിന് വേണ്ടി ആണ് അർജുൻ ഈ വാഹനം, ഈ ചെറിയ കളിപ്പാട്ടം, ആ ലോറിയുടെ കളിപ്പാട്ടം വാഹനത്തിൽ സൂക്ഷിക്കാറ്. ആ കളിപ്പാട്ടം ഈ ക്യാബിനകത്ത് നിന്ന് ലഭിച്ചു. അതുപോലെ തന്നെയാണ് ഈ അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഈ സാധനങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനങ്ങൾ, അങ്ങനെ അർജുൻ്റെ മൊബൈൽ ഫോൺ, വാച്ച്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ക്യാബിനുള്ളിൽ നിന്ന് ലഭിച്ചു. ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് വളരെ വൈകാരികം തന്നെയാണ് ആ ഒരു ദൃശ്യങ്ങൾ. ഒരു സംശയവുമില്ല, തങ്ങളുടെ പ്രിയപ്പെട്ടവനെ തിരിച്ചു വരില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ കൊണ്ടു കഴിഞ്ഞു. പക്ഷേ അയാളുടെ ഓർമ്മകൾ എപ്പോഴും വീണ്ടും അവരെ പിന്നാലെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ അതൊരു നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട്. അതോടൊപ്പം തന്നെ സങ്കടകരമായിട്ടുള്ള ഈ ഒരു ഓർമ്മ കൂടി അവരോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകും. ഏതായാലും അങ്ങനെ അർജുൻ ശേഷിച്ചു വെച്ച കാര്യങ്ങളാണ് ഈ ക്യാബിനുള്ളിൽ നിന്ന് പുറത്തെടുത്തത്. ഏതാണ്ട് രാവിലെ 8:30-യോടുകൂടി ഈ ക്യാബിൻ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 10:30-യോടുകൂടി മുകളിലെത്തിച്ചു. ഏതാണ്ട് 11:30-യോടുകൂടി ക്യാബിൻ്റെ മുകൾ ഭാഗം വെട്ടിപ്പൊളിച്ച് അതിൽ നിന്ന് സാധനങ്ങളെല്ലാം പുറത്തെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ റവന്യൂ അധികൃതരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? പോലീസിൻ്റെ അധികൃതരുണ്ട്. നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ലോറി ഉടമയായിട്ടുള്ള മനാഫൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ത് കാരണവശാലും ഈ അർജുനെ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രമം ഈ ഒരു സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ നിർത്തിക്കൊണ്ടാണ് ഈ അർജുൻ ഇപ്പോൾ നാട്ടിലേക്ക് അവസാന യാത്ര. ഷെഡ്യൂളിൽ വളരെ ശ്രമകരമായൊരു ജോലിയായിരുന്നു നടന്നത്. ആ ലോറി കരക്കെത്തിക്കുക എന്നത് അതീവ ശ്രമകരമായി തന്നെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി കരക്കെത്തിച്ചു. ക്യാബിൻ തുറന്ന് എടുത്തപ്പോഴേക്കും നിരവധി സാധനങ്ങൾ അർജുൻ ഉപയോഗിച്ചിരുന്നത് കണ്ടെത്തി. യാത്രക്കിടയിലും മറ്റും പാചകം ചെയ്തിരുന്ന പാത്രങ്ങൾ, അരി, ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ടത് കുഞ്ഞിനായി കരുതി വെച്ചിരുന്ന, അല്ലെങ്കിൽ കുഞ്ഞിനൊപ്പം കളിച്ചിരുന്ന ചെറിയ കളിപ്പാട്ടം, അതും അതേ ലോറിയുടെ ചെറിയ രൂപം, അതൊക്കെ ഉള്ളിലേക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. ശ്രീധരൻ തുടരുന്നുണ്ട് അവിടെ നിന്നും. ശ്രീധരൻ, പറയൂ. ഏതായാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയിരുന്നത് തന്നെ തുടങ്ങാം. അതായത് ഇനി ഉള്ളത് DNA പരിശോധന ഫലം തന്നെയാണ്. ഇനി എത്രയും പെട്ടെന്ന് ഈ ശരീരം, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പെട്ടെന്ന് വേണ്ട ഒരു കാര്യം. അതിനുവേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. മംഗലാപുരത്തെ ലാബിൽ റീജിയണൽ ഫോറൻസിക് ലാബിലാണ് പരിശോധന നടക്കുന്നത്. അത് 2 ദിവസത്തിനകം തന്നെ അതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നിലവിൽ എല്ലാവർക്കും ഉള്ളത്. ഏതായാലും നടപടിക്രമങ്ങളിൽ യാതൊരു വിധത്തിലുള്ള കാലതാമസവും ഉണ്ടാവില്ല എന്ന് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ MLAക്ക് ഉറപ്പ് നൽകിയിരുന്നു. 72 ദിവസം നീണ്ടുനിന്ന ഒരു രക്ഷാദൗത്യം, എനിക്ക് തോന്നുന്നു സമീപകാലത്തൊന്നും ഇങ്ങനെ ഒരു ആൾക്ക് വേണ്ടി, ഒരു മനുഷ്യന് വേണ്ടി ഇത്രയധികം ആളുകൾ, ഒരു സമൂഹം ഒന്നാകെ ഒന്നിച്ച് നിന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ ഓർമ്മയിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഇതിൽ ഇവിടെ ആദ്യം വന്നിറങ്ങിയപ്പോൾ ഈ കന്നഡ മാധ്യമപ്രവർത്തകർക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് വേണ്ടി ഇത്രയധികം സംവിധാനങ്ങളിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നും ഇതിനു മുമ്പ് കേട്ടുകേൾവി പോലും ഇല്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ ഒരാൾ മലയാളിയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികൾക്ക് വേണ്ടി മലയാളികൾ ഒന്നിച്ചു നിന്ന് ആണ് ഈ ഒരു ദൗത്യം ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയത്. ഏതായാലും അർജുൻ ജീവനോടെ തിരിച്ചു വരും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത്. പക്ഷേ അത് സാധ്യമായില്ല. പിന്നീട് ഈ വീട്ടുകാർക്ക് നേരത്തെ കഴിഞ്ഞ ദിവസം നൗഷാദൊക്കെ പറഞ്ഞ പോലെ തന്നെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഒരു പിടി അസ്ഥി അവിടേക്ക് തിരിച്ചെത്തിക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള നടപടികളൊക്കെയാണ് ഉണ്ടായത്. ഏതായാലും ഈ വിഷയത്തിൽ ഡ്രഡ്ജർ എത്തിച്ച് നടത്തിയ പരിശോധനകൾ തന്നെയാണ് ഏറ്റവും നിർണായകമായത്. ഡ്രഡ്ജർ കൊണ്ടുവന്ന് ഏതാണ്ട് 12 മീറ്റർ ആഴത്തിൽ നിന്നാണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ലോറി കണ്ടെത്തുകയും മുകളിലേക്ക് കയറ്റി വയ്ക്കുകയും ചെയ്തത്. നിലവിലേതായാലും ഇതിൻ്റെ മറ്റ് നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നാളെയോ മറ്റന്നാളോ ഒരുപക്ഷെ DNA പരിശോധനാ ഫലം വന്നേക്കും. അതിന് പിന്നാലെ തന്നെ കോഴിക്കോട്ടേക്ക് അർജുൻ്റെ യാത്ര, അവസാന യാത്ര അത് നടക്കുകയും ചെയ്യും. ക്യാബിനുള്ളിൽ നിന്ന് ലഭിച്ച അർജുൻ്റേത് എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അഭിജിത്ത് അനുജൻ പറയുന്നത്, അല്ലേ? അതെ, അതായത് അർജുൻ്റെ ഓർമ്മകൾ അത് സ്വാഭാവികമായിട്ട് ഒരാൾ ഇല്ലാതായി മുമ്പ് ഉണ്ടാവുന്ന ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയിൽ അയാളുടെ ഓർമ്മകൾ അത് കൂടെ കൂട്ടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും കുടുംബത്തിനും ഒക്കെ ആവശ്യമുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും അതിന് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ഒരു കേസ് നിയമ നടപടികളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനുശേഷം മാത്രമേ ഈ ലോറിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം തന്നെ അവർക്ക് തിരിച്ച് നൽകാൻ ഇടയുള്ളൂ. ഏതായാലും അങ്ങനെ എല്ലാം അവർക്ക് തിരിച്ച് കൊണ്ടുപോകണം. അർജുനുമായി ബന്ധപ്പെട്ട എന്തും ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് കൊണ്ടുപോകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. നിലവിലേതായാലും അതിനുള്ള നടപടികളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇനി ഉള്ളത് ഈ ലോറിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടണം. അതുപോലെ തന്നെ അർജുൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ശേഷിപ്പുകൾ അത് ഇനി തിരികെ കിട്ടണം. അതിനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഇപ്പോൾ ബന്ധുക്കൾ ഒന്നാകെ ഇവിടെയുള്ളത്. ശരി, ശ്രീധരൻ ഷിരൂരിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീധരൻ, അർജുൻ ഓടിച്ചിരുന്ന ലോറി അതൊക്കെ വളരെ ശ്രമകരമായ ഒരു ശ്രമത്തിന് ശേഷം കരയിലേക്ക് എത്തിച്ചു. അത് ക്യാബിൻ തുറന്ന് അതിലുണ്ടായിരുന്നവയൊക്കെ എടുത്തു. ഓർമ്മകളുടെ ശേഷിപ്പുകളാണൊക്കെയും, അതുകൊണ്ട് എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അനുജനും ഒക്കെ പറയുന്നത്. കുടുംബാംഗങ്ങൾ അതിനായി കാത്തിരിക്കുന്നു. കാരണം ഇനി ബാക്കി എന്ന് പറയുന്നത് ഈ സാധനങ്ങളും അതുമായി ബന്ധപ്പെട്ട അർജുൻ്റെ ഓർമ്മകളും മാത്രമാണ്.